After you come, you will handle. We really don't know how to handle it. And if they are all very compact. ഇല്ല അമ്മ പൊക്കോളൂ. ആദ്യത്തെ 5 minutes അവൈലബിൾ. കുറച്ച് These are the current crops. What will you do? നിങ്ങൾ നിശ്ചയിക്കുക എവിടെയാണ് നിൽക്കുന്നത് എങ്ങനെയാണ് മൊബൈലൊക്കെ സൈഡിൽ വെച്ചല്ലേ മക്കളെ വരും കുട്ടികൾക്കല്ലേ കൊടുക്കട്ടെ വരും മറ്റേ ആളവിടെ കാണുന്നില്ല അവിടെ
ആദ്യം get your mother. അവരാട്ടോട് വരും വിളിക്കാം. She's not coming. We will have the cake without her. Without eggs, very good. We should enjoy it. ഇത് പിടിക്കാനായിട്ട് നമ്മളെല്ലാവരും കൂടെ പോകും. Come, come. അവിടെ നിൽക്കണം. മക്കൾ ഒരാളങ്ങോട്ട് പോകും. ആഹാരം കൊണ്ടല്ലേ മനുഷ്യനെ കയ്യിലെടുക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ സ്റ്റാഫും എല്ലാവരും കഴിക്കും. പിന്നെ പാടില്ല. ഇവിടെ ഇരുന്നാൽ മതിയോ? എനിക്ക് ഏറ്റവും നല്ലത് ബോക്സ് ഉണ്ടെങ്കിൽ ബോക്സിൻ്റെ അവിടെ വെച്ചാൽ വേറെ ഒരു പക്കം ഫുഡ് വിളിച്ചു. സ്പീക്കർ ഉണ്ടാവും. അപ്പൊ അത് വരുമ്പോൾ അതിനെ വിളിച്ചു മൈക്കുണ്ട്. നമ്മുടെ മൈക്ക് വെക്കാം. ഒരാളെങ്കിൽ വാ. മൈക്ക് അവിടെ തറയിൽ ബോക്സിൻ്റെ അവിടെ വെച്ചാൽ പോലെ. ബോക്സ് മൈക്ക് ഉണ്ടെങ്കിൽ ഷാൻ ചേട്ടാ മൈക്ക് എവിടെ വെക്കാം? നമ്മുടെ മൈക്കിൻ്റെ കേൾക്കാൻ വേണ്ടി രണ്ട് സ്ത്രീകൾ വന്നെങ്കിൽ അവരെ ഒന്ന് വിളിച്ചോണ്ട് പ്രിയമുള്ളവരെ, ആ ബോക്സിൻ്റെ മൈക്കുണ്ടോ? കാലത്തിന്റെ ദൈവികമായ നിമിഷങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ കൊട്ടാരത്തിലെ പ്രിയപ്പെട്ട തമ്പുരാട്ടിമാരോടും ഇവിടുത്തെ കുടുംബാംഗങ്ങളോടും ചേർന്ന് ക്രിസ്മസ് ആശംസിക്കുക, ആഘോഷിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു സന്തോഷത്തിൻ്റെ കാരണമാണ്. ഇതിനു മുൻപും ഞങ്ങളിവിടെ വന്ന് ക്രിസ്മസിൻ്റെ ആശംസകൾ അറിയിക്കുകയും ക്രിസ്മസിൻ്റെ സമ്മാനങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭാഗ്യസ്മരണാർഹനായ മാറിവാനിയോസ് തിരുമേനിയുടെ കാലം മുതൽ ഈ കൊട്ടാരവുമായി ഈ കുടുംബവുമായി വളരെ അടുത്ത ഒരു ബന്ധം എല്ലാ കാലത്തും സൂക്ഷിക്കുന്നതിലും അതിൽ അഭിമാനിക്കുന്നതിലുമെല്ലാം നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനിവിടെ തിരുവനന്തപുരത്ത് ചുമതലയേൽക്കുമ്പോൾ ആദ്യം വന്ന് സന്ദർശിച്ച 3 കേന്ദ്രങ്ങളിൽ ഒന്ന് കൊട്ടാരമാണ്. ഗവർണറും മുഖ്യമന്ത്രിയും ഈ കൊട്ടാരവും ആയിരുന്നു പ്രധാനമായി ജനാദ്യം വന്ന് സന്ദർശിച്ച സ്ഥലങ്ങൾ.
ഒരു സവിശേഷമായ ബന്ധം ഈ സഭയുമായി എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു കുടുംബമാണ്. ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഒരു കോർഡിയാലിറ്റി അത് വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുന്നു. കർദിനാളായി റോമിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ, ആദ്യം കൊട്ടാരത്തിൽ വന്നപ്പോൾ, അന്ന് വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ ശ്രീ ഉത്രാടം തിരുനാൾ വളരെ കരുതലോടുകൂടി തിരുമേനി എന്നെ സ്വീകരിച്ചു. എനിക്ക് വലിയ സമ്മാനം നൽകി. അദ്ദേഹം തനിയെ എടുത്ത വത്തിക്കാൻ്റെ ഫോട്ടോ, സെൽഫിൻ്റെ ഫോട്ടോ സമ്മാനമായിട്ട് നൽകിയതോ. ഈ സന്ധ്യയിൽ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ഈ ഭവനത്തിലേക്ക് വന്നിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട സന്തോഷത്തിന്റെ നല്ല വാർത്തയും ആശംസയുമായി ഞങ്ങളെ വീണ്ടും വന്നിരിക്കുന്നു. ഞങ്ങളെ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ് ഇന്ന് സന്ധ്യയിൽ ഞങ്ങൾ എത്തിയിരിക്കുക. വ്യക്തിപരമായി ഞങ്ങൾക്ക് ഒരു അഡീഷണൽ റീസൺ കൂടിയുണ്ട്. ഇവിടുത്തെ പുതിയ തലമുറകളിലെ മക്കളൊക്കെ മാർ ഇവാനിയോസ് കോളേജുമായി ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരോട് എല്ലാവരോടും ഉള്ള പ്രത്യേകമായ സ്നേഹം ഉണ്ട്. അവർക്ക് വലിയ സ്നേഹവും ആദരവും സ്ഥാപനത്തോടും ഞങ്ങളെല്ലാവരോടും എപ്പോഴും അവർ കാണിക്കുന്നു. ജോയ് ടു ദ വേൾഡ്, ലോകത്തിന് മുഴുവൻ സന്തോഷം. യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് മാലാഖമാർ അങ്ങനെയാണ് അറിയിച്ചത്. ജോയ് ടു ദ വേൾഡ്, ലോകത്തിന് മുഴുവൻ സന്തോഷം. എല്ലാ ജനത്തിനും സന്തോഷം, എല്ലാ ജനത്തിനും സദ്വാർത്ത. ക്രിസ്ത്യാനികൾക്കെല്ലാം സന്തോഷ വാർത്ത എന്ന് വേദപുസ്തകത്തിൽ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ജോയ് ടു ദ ഹോൾ വേൾഡ്, എല്ലാ മനുഷ്യർക്കും സകല ജനങ്ങൾക്കുമുള്ള സന്തോഷത്തിന്റെ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് ആ വലിയ ദൂത് ലഭിച്ചത്. അത് ഓർമ്മപ്പെടുത്തലും സത്യമായ സ്വർഗത്തിന്റെ അറിയിപ്പുമാണ്. യേശുക്രിസ്തു മനുഷ്യരൂപത്തിൽ ദൈവം മനുഷ്യനായി പിറന്നതിന്റെ സന്തോഷമാണ് അറിയിക്കുക. ആ സന്തോഷം പരസ്പരം പങ്കിടുന്നത് ക്രൈസ്തവ ശുശ്രൂഷയുടെ ഭാഗമാണ്. ആ സ്നേഹം അറിയിക്കുകയും അനുഭവിക്കുകയും പകരുകയും സ്വീകരിക്കുകയും ചെയ്യുക ഏതൊരു മനുഷ്യന്റെയും സന്തോഷത്തെ വർദ്ധമാനമാക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ സഭയ്ക്ക് വേണ്ടി വൈദികരാകുന്നതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിംഹാസന്മാരാണ് ഇന്ന് കാരോൾ സർവീസ് നടത്താനായി വന്നിരിക്കുക. നാലാഞ്ചിറ കുന്നിലെ ഏറ്റവും ഉയർന്ന മലയിൽ താമസിക്കുന്നവരാണിവർ. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഡോക്ടർ ജി ഫിലിപ്പച്ചൻ, അതുപോലെ തന്നെ ഇവർക്ക് പരിശീലനം നൽകുന്ന ജോസഫ് മലയാറ്റിലച്ചൻ അച്ഛൻ ഇവിടെയുണ്ട്. അവർ രണ്ടുപേരുമാണ് ഈ കാരോൾ സർവീസിന് യേശുമാശന്മാരോടും കൂടി ഈ പരിശീലനം നൽകി ഇവിടെ വന്നിരിക്കുക. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ നിങ്ങൾക്ക് എല്ലാവർക്കും ഐ വിഷ് യു എ വെരി ഹാപ്പി ക്രിസ്മസ്. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം കൂടെ ഇരിക്കട്ടെ. തുടർന്നും ഈ കുടുംബത്തിന്റെ വലിയ പൈതൃകമായ എല്ലാവരോടുമുള്ള ബന്ധവും സ്നേഹവും കരുതലും അത് തലമുറകളിലേക്ക് തുടരുന്നതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അല്പസമയം കാത്തിരുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയാണ്. രണ്ട് വിശിഷ്ട അതിഥികൾ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ തമ്പുരാട്ടി ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ ഇത്രയും മീഡിയക്കാരോട് കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇവർ നേരത്തെ തന്നെ വന്ന് സ്ഥലം പിടിച്ചിരിക്കുകയാണ്. എല്ലാവരെയും ഈ ക്രിസ്മസിന്റെ നാളുകളിൽ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രധാനമായി കാരോൾ സർവീസ് ആണല്ലോ
പിന്നീട് ഇവിടെ തരുന്ന കേക്കും. 2 ഐറ്റമാണ് എന്നുള്ളത്. അപ്പോൾ കരോൾ സർവീസിലേക്ക് നമുക്ക് പോകാം. വിഷു ഓൾറെഡി തീർച്ചയായിട്ടും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇവരെയൊക്കെ കാട്ടിലും കൊച്ചായിട്ട് ഫ്രോക്ക് ഇട്ട കാലം തൊട്ട് ഇവിടെ വന്ന് ഈ കാരൽസ് പാടിക്കൊണ്ടിരുന്ന കാലങ്ങൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. പിന്നെ അത് ഇടയ്ക്ക് നിന്നുപോയി. ഐ തിങ്ക് ഞങ്ങളുടെ ഓർമ്മയിൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഉണ്ടായിരുന്നപ്പോഴാണ് ഒടുക്കം ഇങ്ങനെ ഒരു ഇത് നടന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുമേനി വന്നിട്ടാണ് 3 കൊല്ലം മുമ്പേ ഈ കുട്ടികൾ തന്നെ പലരും കണ്ടു കാണുമെന്നും പാടാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഈ ബന്ധം നിലനിർത്താനും പോഷിപ്പിക്കാനും. എന്നും നിങ്ങൾക്കൊക്കെ നന്മ ഉണ്ടാകട്ടെ. ക്രിസ്മസിന് മാത്രമല്ല, ന്യൂ ഇയറിന് മാത്രമല്ല, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞങ്ങളൊക്കെ രാത്രി കിടക്കുന്നതിന് മുമ്പേ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാണ് ഉറങ്ങുന്നത്. അപ്പോൾ സൃഷ്ടിയിലുള്ള സകല ചരാചരങ്ങൾക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പാട്ട് കേൾക്കാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഒരുപാട് നാൾ നന്നായിട്ട് പോകും.